അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്മുൽ അഅ്ളം ഉൾക്കൊള്ളുന്ന ആയത്തുകൾ, ആ ആയത്തുകൾ ഓതിയാൽ ലഭിക്കുന്ന മഹത്തായിരിക്കുന്ന 8 നേട്ടങ്ങളും അതുപോലെ തന്നെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് ഉണർത്തുന്നത്. ലൗ അൻസൽന എന്ന് പറയുന്ന ആയത്തുകൾ സൂറത്തുൽ അശ്റിലെ 4 ആയത്തുകളാണ്. ലൗ അൻസൽന മുതൽ തുടങ്ങുന്ന ആയത്തുകൾ. നമുക്കൊക്കെ പലരും ആ ആയത്തുകൾ സ്ഥിരമായി ഓതുന്നവരായിരിക്കും. ഇനി ഓതാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കേട്ടത് മുതൽ നിർബന്ധമായും നിങ്ങൾ തുടങ്ങണം. അത്രമാത്രം വലിയ ശ്രേഷ്ഠതകൾ നിറഞ്ഞ, വളരെ മഹത്വങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന 4 ആയത്തുകളാണത്. അതിൻ്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നാം ആ ആയത്തുകൾ നഷ്ടപ്പെടുത്തുകയില്ല. അത്രമാത്രം വലിയ ശ്രേഷ്ഠതകൾ ആ ആയത്തിനിക്കുണ്ട്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുകയും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുകയും ചെയ്യുക. മാത്രമല്ല, കേട്ട് കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഒരു മാഷാ അല്ലാഹ് എങ്കിലും കമൻ്റായി രേഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്ന അസ്മാഉൽ ഹുസ്നയിൽ ഇസ്മുൽ അഅ്ളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം. ആ ഇസ്മുൽ അഅ്ളം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അവൻ ഉത്തരം നൽകുമെന്ന് പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം. അതുകൊണ്ട് തന്നെ ഇസ്മുൽ അഅ്ളം ഈ 4 ആയത്തുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. അശുദ്ധി സമയത്തും ഓതാൻ പറ്റുന്ന ആയത്തുകളിൽപ്പെട്ടതാണ് ലൗ അൻസൽന തുടങ്ങുന്ന ആയത്തുകൾ. കാരണം അത് നമ്മുടെ നിത്യജീവിതത്തിലെ ദിക്റാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ചൊല്ലാൻ പറ്റുമെന്നും ദിക്ർ എന്ന ഉദ്ദേശത്തിലൂടെ അശുദ്ധി സമയത്തും ഈ ആയത്തുകൾ ഓതാമെന്നും പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നത് കാണാൻ കഴിയും. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആരംഭപ്പൂവായ മുത്തുനബിയോട് ചോദിക്കുകയുണ്ടായി. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, സഅൽതു ഖലീലയ്യ അബൽ ഖാസിം, ഞാൻ എൻ്റെ ഖലീലായിരിക്കുന്ന മുത്തുനബിയോട് ഞാൻ ചോദിച്ചു, അൻ ഇസ്മിൽ അഅ്ളം, ഇസ്മുൽ അഅ്ലമിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഫഖാല യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, അലൈക ബി ആഖിരി സൂറത്തുൽ അശ്ർ ഫഅക്സിർ ഖിറാഅതഹ, സൂറത്തുൽ അശ്റിൻ്റെ അവസാനത്തെ ആ ആയത്തുകൾ ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ ഓതലിനെ അധികരിപ്പിക്കണേ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മറുപടി നൽകിയത്. അപ്പോൾ ഇസ്മുൽ അഅ്ളം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്ര എണ്ണം ഓതണമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. ഫഅക്സിർ ഖിറാഅതഹ, നിങ്ങൾ അതിനെ ഓതലിനെ അധികരിപ്പിക്കുക. എത്ര എണ്ണം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എത്ര എണ്ണമാണോ ഓതാൻ കഴിയുന്നത് അത്രയും എണ്ണത്തിന് നിങ്ങൾ ഓതണമെന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ എത്ര എണ്ണമാണോ ഓതാൻ കഴിയുന്നത് അത്രയും നാം ആ ആയത്തുകളെ ഓതലിനെ അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, മൻ ഖാല ഹീന യുസ്ബിഉ സലാസ മർറാത്തിൻ, ഒരാൾ 3 തവണ ഈ ആയത്തുകളെ ഓതിയാൽ, ഒരു ദിവസം പ്രഭാതത്തിൽ 3 തവണ ഒരാൾ ഈ ആയത്തുകൾ ഓതുന്ന സമയത്ത് ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം. സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതിനെ 3 തവണ ആദ്യം പറഞ്ഞിട്ട് ഫഖറഅഹ സലാസ ആയാത്തിൻ മിൻ ആഖിരി സൂറത്തുൽ അശ്ർ, സൂറത്തുൽ അശ്റിൻ്റെ അവസാനത്തെ 3 ആയത്തുകളെ നിങ്ങൾ ഓതണേ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഓതിയാൽ വഖലല്ലാഹു ബി 70 അൽഫ മലക്കിൻ, 70,000 മലക്കുകൾ അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുകയാണ്. 70,000 മലക്കുകൾക്ക് അല്ലാഹു തആല നിങ്ങളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഓതിക്കഴിഞ്ഞാൽ. എന്താണ് ആ മലക്കുകളുടെ പരിപാടി എന്നറിയും?
ആ മലക്കുകളുടെ ജോലി എന്താ? യുസല്ലൂന അലൈഹി, ആ മലക്കുകൾ ഈ മനുഷ്യനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാണ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിനോട് ഈ മനുഷ്യന് വേണ്ടി ആ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹത്താ യുംഷിയ, വൈകുന്നേരം വരെ. പ്രഭാതത്തിൽ ഒരാൾ 3 തവണ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന 3 തവണ ചൊല്ലിയിട്ട് ലൗ അൻസൽന ഓതിയാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചിരിക്കുകയാണ്, അള്ളാഹുവിനോട് അവന് കാവൽ ചോദിക്കുകയാണ്. 70,000 മലക്കുകളാണ് ചോദിക്കുന്നത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കണം അതിൻ്റെ ശ്രേഷ്ഠത എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന്. പ്രഭാതത്തിൽ ചൊല്ലിയാലുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠത പറഞ്ഞല്ലോ. വ ഇൻ മാത ഫീ ദാലിക്കൽ യൗമി, ആ ദിവസം അവൻ മരണപ്പെട്ടു, ഇത് ചൊല്ലിയ ആ ദിവസം ആ മനുഷ്യനങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാൽ മാത്ത ഷഹീദ, ഷഹീദിൻ്റെ പ്രതിഫലം അവനിക്ക് ലഭിക്കപ്പെടും. ഒരു ഷഹീദിൻ്റെ പ്രതിഫലം എന്താണോ, ആ ഷഹീദ് മരണപ്പെട്ടതുപോലെയുള്ള പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത്. വമൻ ഖാലഹ ഹീന യുംസി, ഇനി വൈകുന്നേര സമയത്ത് ഒരാൾ ഈ പറഞ്ഞതുപോലെ ഓതിയാൽ കാനബത്തിൽ കൽ മൻസില, അവൻ പ്രഭാതത്തിൽ എങ്ങനെയാണോ പറയപ്പെട്ടത് അതുപോലത്തെയുള്ള പ്രതിഫലം അവനിക്ക് ലഭിക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ലൗ അൻസൽന ഓതിയാലുള്ളതായിരിക്കുന്ന 8 നേട്ടങ്ങൾ കൂടി നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ആ 8 നേട്ടങ്ങളിൽ ഒന്ന്, ഇത് ഓതിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തആല അതിന് ഉത്തരം നൽകും. കാരണം അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നാം ദുആ ചെയ്യാൻ വേണ്ടി മുതിരുന്ന സമയത്ത് ലൗ അൻസൽന ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അല്ല, ലൗ അൻസൽന സ്ഥിരമായി ഓതുന്ന ഒരാളുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കുമെന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. രണ്ടാമത്തെ ശ്രേഷ്ഠത, എത്ര വലിയ പ്രശ്നമാണെങ്കിലും പ്രയാസമാണെങ്കിലും അതൊക്കെ അവനെ തൊട്ട് പരിഹരിക്കപ്പെടും. കാരണം മലക്കുകളാണ് അവന് വേണ്ടി സലാമത്ത് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഏത് വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവനിൽ നിന്ന് പരിഹരിക്കപ്പെടും, ദൂരീകരിക്കപ്പെടും. ഒരു പ്രശ്നവും ഒരു പ്രയാസവും ഒരു പ്രതിസന്ധിയും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. മറ്റൊരു ശ്രേഷ്ഠത, മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ പരാജയപ്പെടുകയില്ല. എന്ത് കാര്യമാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ പരാജയപ്പെട്ടു പോവുകയില്ല. നമ്മുടെ ബിസിനസ്സിൽ പരാജയം സംഭവിക്കില്ല, ജോലിയിൽ പരാജയം സംഭവിക്കില്ല. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇത് പതിവാക്കുന്നവരാണോ അവരുടെ പരീക്ഷയിൽ അവർ പരാജയപ്പെടില്ല. ഇങ്ങനെ ഏത് മേഖലകളിലും അവനക്ക് പരാജയം സംഭവിക്കുകയില്ല ഈ ആയത്തുകൾ പതിവാക്കിയാൽ. നാലാമത്തെ നേട്ടം, ചെയ്യുന്ന ഏതു കാര്യവും ബറക്കത്തുള്ളതായിത്തീരും. അവൻ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യത്തിലൊക്കെ അവനക്ക് ബറക്കത്ത് ലഭിക്കും. മാഷാ അല്ലാഹ്. അവൻ എന്ത് കാര്യം ചെയ്യുന്നു, ജോലി ചെയ്യുമ്പോൾ അതിൽ ബറക്കത്തുണ്ടാകും, ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ ബറക്കത്തുണ്ടാകും, അവൻ്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകും. അവൻ കൈകാര്യം ചെയ്യുന്ന ഈ എല്ലാ മേഖലകളിലും ബറക്കത്തുണ്ടാകും. അപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാൾ, രാവിലെ കച്ചവടം നടത്താൻ വേണ്ടി പോകുന്ന ഒരാൾ ലൗ അൻസൽന ഓതിയിട്ട് വീട്ടിൽ നിന്നിറങ്ങിയാൽ അതിൽ ബറക്കത്തുണ്ടാകും. നാം ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് മാനസികമായിരിക്കുന്ന പ്രയാസവും അവനിൽ നിന്ന് ദൂരീകരിക്കപ്പെടും. അവനിക്ക് രോഗം കൊണ്ടുള്ള പ്രയാസമുണ്ടാവുകയില്ല, ശാരീരികമായിരിക്കുന്ന പ്രയാസമുണ്ടാവുകയില്ല, കടങ്ങൾ വന്നുകൊണ്ടുള്ള പ്രയാസങ്ങൾ, മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവനിക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് നാം പതിവാക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ കൊണ്ടും ഇത് ചൊല്ലിപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു ദിവസം എത്ര വീഡിയോകൾ നാം പലർക്കും ഷെയർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം നല്ല വീഡിയോകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വട്ടം
നമ്മൾ ഒരുപാട് വീഡിയോകൾ ഷെയർ ചെയ്യുമ്പോൾ അതിൽ ഒരു നല്ല വീഡിയോ എങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം. ഉപകാരപ്രദമായ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കണം. ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. ചീത്ത സ്വഭാവം മാറിക്കിട്ടാൻ ഈ ആയത്തുകൾ പതിവാക്കിയാൽ നല്ലതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. കള്ളു കുടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ കള്ളുകൂടി മാറിക്കിട്ടാൻ കഞ്ചാവ്, ഹാൻസ്, പാൻ പരാക്ക് തുടങ്ങി എന്തെല്ലാം ദുഷിച്ച ശീലങ്ങളുണ്ടോ എല്ലാ ദുഷ്ചെയ്തികൾ മാറിക്കിട്ടാനും ഈ ആയത്തുകൾ പതിവാക്കിയാൽ മതിയെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഇതിൻ്റെ ശ്രേഷ്ഠത അത്രമാത്രം വലുതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ നമ്മൾ ലൗ അൻസൽന ഓദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, അവരുടെ ജീവിതത്തിൽ ശീലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ തെറ്റുകളിൽ നിന്നും അവർ മാറി നിൽക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു അക്രമകാരിയും അവനെ ആക്രമിക്കുകയില്ല. ഒരാൾക്ക് അവനോട് ദേഷ്യമുള്ള ഒരാളുണ്ട്, അവനെ ആക്രമിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പോലും ആ അക്രമകാരികളുടെ ചിന്ത അവനിൽ നിന്നും മാറി അവനോട് സ്നേഹമുണ്ടാകും. ഒരു അക്രമകാരിയും അവനെ ആക്രമിക്കുകയില്ല. കാരണം മലക്കുകളാണ് അവന് വേണ്ടി സംരക്ഷണം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അക്രമകാരിക്കും അവനെ ആക്രമിക്കാൻ തോന്നുകയില്ല. ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം അവനിക്ക് ഖൈറായിരിക്കും. ലൗ അൻസൽന സ്ഥിരമായി ഓതുന്ന ആളുകൾ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അവനിക്ക് ഖൈറായിട്ടേ നടക്കൂ. ദോഷമായൊരു കാര്യമാണെങ്കിൽ അത് അവന് നടക്കുകയില്ല. അത്രമാത്രം ഈ ലൗ അൻസൽന ഓതുന്ന ആൾക്ക് മലക്കുകളുടെ സംരക്ഷണം ഉണ്ടായിരിക്കുമെന്നാണ്. ലൗ അൻസൽന സ്ഥിരമായി ഓതുന്ന മനുഷ്യനാണെങ്കിൽ അവനിൽ എല്ലാ കാര്യങ്ങളും ഖൈറായിട്ടേ നടക്കുകയുള്ളൂ. നമ്മുടെ മകളുടെ വിവാഹം നാം ഉറപ്പിക്കുകയാണ്, അതല്ലെങ്കിൽ മറ്റൊരു ഖൈറായ കാര്യത്തിന് വേണ്ടി നാം ഇറങ്ങുകയാണ്, ഒരു വീട് പണി തുടങ്ങുകയാണ്, ഒരു വാഹനം വാങ്ങാൻ വേണ്ടി നാം പോവുകയാണ്, ഒരു ജോലി ശരിയാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്തൊക്കെ ലൗ അൻസൽന ഓതിയിട്ട് നാം ഇറങ്ങിയാൽ അത് ഖൈറായ രീതിയിൽ നടക്കുന്നതാണ്. അപ്പോൾ ലൗ അൻസൽനക്ക് എത്രമാത്രം വലിയ ശ്രേഷ്ഠതകളുണ്ട്. ആ ശ്രേഷ്ഠതകളൊക്കെ നാം മനസ്സിലാക്കി ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഓതുന്ന സമയത്ത് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ്ശൈത്വാനിർ റജീം എന്ന് 3 തവണ ചൊല്ലിയിട്ട് വേണം നിങ്ങൾ ലൗ അൻസൽന പാരായണം ചെയ്യാൻ. അതുപോലെ തന്നെ അതിലുള്ളതായിരിക്കുന്ന ഖാഫ്, ഐന്, ഖാ, ഹാ, ളാദ്, സാ, ഹാ തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിലൊരുപാട് അള്ളാഹുവിൻ്റെ പേരുകളാണ് പറയുന്നത്. റഹീം, റഹ്മാൻ, മലിക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിൻ, മുഹൈമിൻ, അസീസ്, ജബ്ബാർ, മുതകബ്ബിർ, ഖാലിഖ്, ബാരി, മുസവ്വിർ, സമീഅ, അലീം തുടങ്ങിയ ഒരുപാട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ ഇസ്മുൽ അഅ്ലം ഉണ്ട് എന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇസ്മുകളുടെ മഹത്വം പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയാനുണ്ടാകും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് നാം പറയുന്നത് എന്ന ചിന്തയോടുകൂടി നമുക്ക് ഖുർആനായിട്ടും ദിക്റായിട്ടും ചൊല്ലാൻ പറ്റുന്ന ആയത്തുകളാണ് ഈ ആയത്തുകൾ. നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് പല സമയങ്ങളിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തആല പെട്ടെന്ന് തന്നെ തുറന്നു കൊടുക്കുമാറാകട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.